ആദ്യത്തെ ടേക്കിലെടുത്ത മൂന്ന് ഇപ്പൊ നമ്മുടെ പറയുക ഒറ്റ ബോളിൽ 3 വിക്കറ്റ് എന്നൊക്കെ പറയുന്ന പോലെ CHSL, MTS, CGL, SSCയുടെ 3 പ്രധാനപ്പെട്ട എക്സാംസ് ആണ്. ഇത് 3 ക്ലിയർഡ് ആണ്. Hello everyone, welcome to our new show of Kannur Veranda Race Chat with Achievers. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കണ്ണൂർ വരാന്ത റേസിന്റെ തന്നെ അഭിമാനമായ ശ്രീഹരിയാണ്. ഓക്കെ, SSC CHSL എക്സാമിൽ തന്നെ ഓൾ ഇന്ത്യ റാങ്ക് 153 അതുപോലെ തന്നെ ഓൾ കേരള റാങ്ക് 5ാമത്തെ റാങ്കും കരസ്ഥമാക്കിയ പുള്ളിയാണ് നമ്മുടെ കൂടെയുള്ളത്. സോ എങ്ങനെ ഈ എക്സാം ക്ലിയർ ചെയ്തു, എന്തൊക്കെയാണ് സ്ട്രാറ്റജി, നമുക്ക് കൂടുതൽ കാര്യം ചോദിച്ചറിയാം. ഹലോ ശ്രീഹരി, വെൽക്കം ടു ഷോ. അപ്പൊ നാട്ടില് എവിടെയൊക്കെയാണ് പഠിച്ചത്? 10th 12th ഒക്കെ? 12th വരെ അഞ്ചരക്കണ്ടി സ്കൂളിലാണ് പഠിച്ചത്. അഞ്ചരക്കണ്ടി. അപ്പൊ ഈ 12th പഠിക്കുമ്പോൾ തന്നെ ഈ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു, എന്റെ ഫീൽഡ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഫീൽഡാണ്, അതിലേക്കാണ് കയറേണ്ടതെന്നൊക്കെ? ഇല്ല, 12th പഠിക്കുമ്പോൾ എനിക്ക് ഫ്യൂച്ചറിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഒരു ഐഡിയ ഇല്ല. സോ 12th കഴിഞ്ഞിട്ട് നേരെ ഏത് ഫീൽഡിലേക്കാണ് പോകുന്നത്? ഡിഗ്രി 12th കഴിഞ്ഞ് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കുന്നത്. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തു. കണ്ണൂര് ധർമ്മശാല ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് നടത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു പ്ലാൻ? അപ്പൊ ഡിഗ്രിക്ക് എഞ്ചിനീയറിംഗ് കഴിയുമ്പോൾ നേരെ എഞ്ചിനീയേഴ്സ് ഒക്കെ പോകുന്ന ഫീൽഡ് ഏതെങ്കിലും ഒക്കെ ഒരു പ്രൈവറ്റ് ഫാക്ടറി അല്ലെങ്കിൽ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലേക്ക് പോകുന്നുണ്ടാവും. സോ എന്ത് ചൂസ് ചെയ്തു? ഞാൻ 2021 പാസ് ഔട്ട് ആവുന്നത്. അത് കഴിഞ്ഞ് സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് തന്നെ പ്രൈവറ്റ് ഫീൽഡിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. പ്രൈവറ്റ് ഫീൽഡിലേക്ക് പോയി. ഓക്കെ. സോ അവിടെ നിന്നാണ് ഈ ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്നത്. ഗവൺമെന്റിലേക്ക് വരണം എന്ന് തോന്നാനുണ്ടായ കാരണം എന്താ? പ്രൈവറ്റ് ഫീൽഡ് പ്രൈവറ്റ് ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവല്ലോ, ഇത് നമുക്ക് പറഞ്ഞ പണിയല്ല. പിന്നെ 2022 ആകുമ്പോ CGL വേക്കൻസി നല്ലോണം വന്നല്ലോ. അപ്പോ എല്ലാ കോച്ചിങ് സെന്ററും ഇങ്ങനെ നല്ല അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോ ഒന്നാമതേ ഞാനിങ്ങനെ പ്രൈവറ്റ് ഫീൽഡ് മടുത്ത് നിൽക്കുകയാണ്. അപ്പോ ഒന്ന് അന്വേഷിച്ചപ്പോ ഇവിടെ കണ്ണൂരിൽ തന്നെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ. അപ്പോ ആ ഒരു പ്രൈവറ്റ് ജോലിയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് SSCയുടെ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. അതെ അതെ. ശരിക്കും നമ്മുടെ മലയാളികൾക്ക് അല്ലെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേർക്ക് SSCനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഇല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ശരിയല്ലേ അല്ലെ? കൂടുതൽ പേർക്ക് ഈ എക്സാമിനെ കുറിച്ച് എപ്പോഴും ശരിക്കും അറിയില്ല. എന്താണ് SSC എന്നൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെ ഒരു എക്സാം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല ഇപ്പോഴും? കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ഇപ്പോ കേരളത്തിൽ കൂടുതൽ കോച്ചിങ് സെന്റേഴ്സും സ്റ്റുഡൻസും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോ ശ്രീഹരി 2022 വരാന്ത റേസിൽ ജോയിൻ ചെയ്തത്? 2023 23. ഓക്കെ. 23 ജൂലൈ മാസം ജോയിൻ ചെയ്തു. ഓക്കെ. എന്നിട്ട് ഇപ്രാവശ്യം 2024 ജൂൺ ആകുമ്പോഴേക്കാണ് നമ്മുടെ CHSL സ്റ്റാർട്ട് ആവുന്നത് അല്ലെ? ജൂലൈ മാസത്തിലാണ് എക്സാം. ഇപ്രാവശ്യം 2024 റാങ്ക് ലിസ്റ്റിലും വന്നു. ഓക്കെ, ഗ്രേറ്റ്. നമ്മളിപ്പോ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എങ്ങനെയൊക്കെയാണ് ഈ പുള്ളി ഇതിലേക്ക് എത്തിപ്പെട്ടെന്നുള്ള കാര്യം. ഇനി നമുക്ക് ശ്രീഹരിന്റെ പേഴ്സണൽ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, പിന്നെ 2 ചേച്ചിമാരുണ്ട്. അപ്പൊ സോ അച്ഛനും ഇതുപോലെ ഗവൺമെന്റ് ഫീൽഡിൽ തന്നെയായിരുന്നു? അച്ഛൻ സ്റ്റേറ്റ് സർവീസിന് റിട്ടയർ ആയി. അപ്പൊ വീട്ടിലപ്പോ ചേച്ചിയൊക്കെ എന്താ ചെയ്യുന്നത്? ചേച്ചിമാര് IT എഞ്ചിനീയേഴ്സ്, 2 എഞ്ചിനീയേഴ്സ് ആണ്. ഫാമിലി ഫുൾ എഞ്ചിനീയേഴ്സ് ആണ്. 3 എഞ്ചിനീയേഴ്സ്. ആദ്യ റിസൾട്ട് അറിയുന്നത് ആരാണ് വീട്ടില്? ഈ റിസൾട്ട് വന്നു ഞാൻ അറിയുന്നത് ഒരു ഫ്രണ്ട് മെസ്സേജ് അയക്കുമ്പോഴാണ്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ കയറി ചെക്ക് ചെയ്തു, ലിസ്റ്റിൽ എന്റെ പേര് ഉണ്ട്. അപ്പോ ആദ്യം ഞാൻ പറയുന്നത് എന്റെ ചേച്ചിയോടാണ്. അപ്പോ ചേച്ചിയോട് പറയുമ്പോ എല്ലാവരും അവിടെ ഉണ്ടായി. പറയുന്നത് ചേച്ചിയോടാണെങ്കിൽ എല്ലാരും ആ സമയത്ത് തന്നെ അറിഞ്ഞു. അപ്പൊ നമ്മള് ഈ 1 വർഷം അവര് തന്ന സപ്പോർട്ടും എല്ലാം ഇങ്ങനെ ഒരു റിസൾട്ടിലേക്ക് വന്നു കാണുമ്പോ എല്ലാവരുടെയും സന്തോഷം അപ്പൊ കാണാൻ പറ്റും. ഓക്കെ. സോ റിസൾട്ട് വന്നു, റിസൾട്ട് കഴിഞ്ഞു. അതൊരു ലൈഫിൽ ഫ്രെയിം ചെയ്ത് വെക്കേണ്ടത് തന്നെ ഒരു മൂമെന്റ് ആയിരിക്കും അല്ലെ, റിസൾട്ട് എന്ന് പറയുന്നത്? ഉറപ്പായും. സോ ഇതിന്റെ പ്രിപ്പറേഷൻ എന്താ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും? SSCയുടെ പ്രിപ്പറേഷൻ ഇവിടെ വരാന്ത റേസ് കണ്ണൂർ വന്നിട്ട് തന്നെയാണ്. വരാന്ത റേസ് കണ്ണൂരിന്ന്. സോ ഡെയിലി ക്ലാസ് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാ ഇവിടുന്ന്? ആദ്യമൊക്കെ ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ക്ലാസ് മാത്രം ഫോളോ ചെയ്ത് പോയിരുന്നു ഇത്. പിന്നെ ഇവിടുത്തെ ക്ലാസ്സും ബേസിക് സർക്കിളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പറേഷനും മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുന്നത്. സർക്കിൾ കഴിഞ്ഞ ശേഷം ലാബ് ഫെസിലിറ്റീസ് അവിടെ യൂസ് ചെയ്യാറുണ്ടോ? അപ്പോൾ നമ്മള് മോക്ക് ചെയ്യുമ്പോൾ ഒക്കെ അധികം ലാബ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എക്സാമിന്റെ ഫീൽ കിട്ടാന്നുള്ളൊരു, അതായത് ചുറ്റിലും ആൾക്കാരുണ്ടാവും, നമുക്കൊരു എക്സാം ഓറിയന്റഡ് ആയിട്ട് തന്നെ മോക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ലാബ് കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞു, പിന്നെ സർക്കിൾ ഉണ്ട് 2 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് ലാബിലും ഇരുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. പിന്നെ വീട്ടിലെന്താ പരിപാടി? വീട്ടിൽ നിന്ന് ഞാൻ അധികം യൂട്യൂബ് എന്തെങ്കിലും ക്ലാസ് കാണുന്ന അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്തിട്ട് തന്നെയാണ്.
ഓക്കെ ഓക്കെ. പലവരും റൂമിന്റെ അകത്ത് തന്നെ അവരുടെ പ്രിപ്പറേഷൻ റൂം, കമ്പ്യൂട്ടർ, മോക്ക് ടെസ്റ്റ് ഇങ്ങനെ തന്നെ പോകാറുണ്ട്. സോ ഒരു മെന്റൽ സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്? സ്ട്രെസ് ഒക്കെ ആവശ്യത്തിന് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉറങ്ങാം. ഞാൻ നന്നായി ഉറങ്ങുന്ന ആളാണ്. ഡെയിലി 8-10 മണിക്കൂറൊക്കെ ഉറങ്ങും. 10 മണിക്കൂർ ചിലപ്പോ നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അനുസരിച്ച്. പിന്നെ ബാക്കി 14 മണിക്കൂറിൽ ഒരു 8 മണിക്കൂർ നമുക്ക് പഠിത്തത്തെ മാറ്റി വെച്ചാൽ മതിയല്ലോ. ഓക്കെ ഓക്കെ. പിന്നെയുള്ള സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ശ്രീഹരി, അപ്പം പൊതുവേ ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ്, എനിക്കും ഉണ്ടായ ഒരു ഡൗട്ടാണ്. നമുക്ക് ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ക്ലാസ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, മെയിനായിട്ട് ഇങ്ങനെ പ്രോബ്ലം സോൾവിങ് ഒക്കെ ആണല്ലോ ഇവർ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ് മാത്രം കേട്ടു അല്ലെങ്കിൽ ക്ലാസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തു, അതുകൊണ്ട് കാര്യമില്ല എന്ന് തോന്നുന്നു. സിസ്റ്റം വെച്ചിട്ട് ക്ലാസ് ബേസ് സർക്കിൾ രണ്ടും ഒരുമിച്ച് ക്ലാസ് കഴിയുന്നതിനനുസരിച്ചിട്ട് അതിന്റെ സർക്കിൾ മെറ്റീരിയൽ തരും. എല്ലാവരും കൂടി ഇരുന്ന് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റുഡൻസിനോട് ചോദിക്കാം. എന്നിട്ട് കിട്ടുന്ന നമുക്ക് മെന്റേഴ്സിനെ അപ്രോച്ച് ചെയ്യാം. അവർക്ക് തോന്നുന്ന നല്ല മെത്തേഡിൽ പറഞ്ഞു തരും. സോ ഈ ഒരു സർക്കിൾ സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് തോന്നിയിട്ടുണ്ട്. വെറുതെ ക്ലാസ് ഇങ്ങനെ കണ്ടുകൊണ്ട് മാത്രം കാര്യമില്ല. ക്ലാസ് കിട്ടുന്നതിനേക്കാളും നല്ല മെത്തേഡായിരിക്കും നമുക്ക് സർക്കിളിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് ഡൗട്ട്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന മെന്റേഴ്സിനെയാണ്. പിന്നെ നമുക്ക് എന്ത് വേണേലും നമുക്കിങ്ങനെ എക്സാംസ് റിലേറ്റഡ് ആയിട്ടായാലും അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വേറെ മെറ്റീരിയൽസിനെ പറ്റി ചോദിക്കാനായാലും എങ്ങനെയായാലും നമുക്ക് മെന്റേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എക്സാം കഴിയുന്നത് വരെ ഞാൻ ഇപ്പോൾ മെന്റേഴ്സായിട്ട് കോൺടാക്ട് വെക്കാറുണ്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ ഇപ്പോൾ പോസ്റ്റ് പ്രിഫറൻസ് ആയാലും എക്സാമിന്റെ റിസൾട്ടിനെ പറ്റി എന്തെങ്കിലും ഒക്കെ ചോദിക്കാനായാലും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ശ്രീഹരിയുടെ തന്നെ ഒരു മെന്റർ ആയിരുന്നു കഴിഞ്ഞ വർഷവും ഓൾ കേരള റാങ്ക് 1 ആയ സംനേഷ് അല്ലേ? ഓക്കെ, അതൊരു കോയിൻസിഡൻസ് ആണ്. നിങ്ങളുടെ രണ്ടുപേരും അവസാനം എത്തിപ്പെടുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ സെൻട്രൽ പാസ്പോർട്ട് ഓഫീസിൽ അല്ലേ? ജൂനിയർ പാസ്പോർട്ട്. ഓക്കെ. സോ ഇതിന് പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് എന്താ പറയുക, ലാസ്റ്റ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആണ്. ടയർ 1 എല്ലാവർക്കും ഓക്കെ ആയിരിക്കും. ഈ 150 അല്ലെങ്കിൽ എബവ് പോയി കഴിഞ്ഞാൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാം. 200 ആണ് മാക്സിമം മാർക്ക്. പക്ഷെ ടയർ 2 കുറിച്ച് ഒരുപാട് പേർക്ക് അധികം നോളജ് ഇല്ല. സോ ഈ ടയർ 2 എന്ന് പറയുന്ന ഫേസ് ശരിക്കും എന്താ? പലരും ടയർ 1 കഴിഞ്ഞിട്ടാണ് ഈ ടയർ 2 പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത്. പക്ഷെ ആദ്യമേ നമ്മൾ ടയർ 2 ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ടയർ 1 ജസ്റ്റ് ഒരു ടയർ 2 സെലക്ഷൻ മാത്രമാണ്. അതിന്റെ സ്കോറും കാര്യങ്ങളൊന്നും ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ നോക്കില്ല. ജസ്റ്റ് ക്വാളിഫൈങ് മാത്രം. ഓക്കെ. അപ്പോൾ ടയർ 2 വരുമ്പോൾ ടോട്ടൽ മാർക്സ് ഒക്കെ എത്രയിൽ വരും? 360 വരുന്നത്. 360. അതില് ടൈപ്പിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ. ടൈപ്പിംഗ് ടെസ്റ്റ് ക്വാളിഫൈങ് ആണ്. പിന്നെ കമ്പ്യൂട്ടർ അവയർനെസ്സും ക്വാളിഫൈങ് ആണ്. ഓക്കെ. ബാക്കി സബ്ജക്ട് സിലബസ് ഒക്കെ ബാക്കി മൊത്തം പ്രിലിംസ് ആയിട്ട് സിമിലർ തന്നെയാണ്. റീസണിംഗ്, മാത്സ്, ഇംഗ്ലീഷ്, GK. വേറെ സിലബസ് ഒന്നും വേറെ മാറുന്നില്ല. ടഫ്നെസ് കുറച്ച് കൂടും GK. മാത്സിന്റെ അങ്ങനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ചിലപ്പോ ടയർ 1 ഈസി ആയിരിക്കാം. പ്രാവശ്യം ടയർ 1 ഈസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. പിന്നെ നമ്മള് ടയർ 1 ആകുമ്പോൾ സെക്ഷണൽ ടൈമിംഗ് ഇല്ല. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ മാത്രം ശീലിച്ചു പോയാൽ നമുക്ക് ബാക്കി ഇപ്പോൾ ഇംഗ്ലീഷും GK ഒക്കെ നമുക്ക് പെട്ടെന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ബാക്കി ടൈം റീസണിങ്ങിനും മാത്സിനും ടയർ 1 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ടയർ 2 വരുമ്പോൾ അത് പറ്റത്തില്ല. ഡെയിലി മോക്ക് എടുക്കും. മോക്ക് ടെസ്റ്റ് നമ്മൾ സിലബസ് ഏകദേശം കവർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡെയിലി മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് അത് അനലൈസ് ചെയ്യോ? ഡെയിലി വീണ്ടും തെറ്റിയത് എവിടെയാണെന്ന് നോട്ട് ചെയ്തൊക്കെ ഇങ്ങനെ വെക്കുമോ? എന്തെങ്കിലും പരിപാടി ഉണ്ടോ? തെറ്റാവുന്ന ക്വസ്റ്റ്യൻസ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. അത് പിന്നെ നമ്മള് പിന്നെ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ, സ്പീഡ് ഉണ്ടോ എന്നൊക്കെ നോക്കും. നമ്മുടെ ഇവിടെ റേസിൽ അതേപോലെ ഒരു പുള്ളിക്കാരി ഡെയിലി മോക്ക് ടെസ്റ്റ് എടുക്കും. അപ്പൊ ഡെയിലി മോക്ക് ടെസ്റ്റിൽ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, പ്രത്യേക ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കും. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നേരെ മെന്ററിന് ഇട്ട് കൊടുക്കും. അപ്പൊ ഡെയിലി രാത്രി എപ്പോഴും മെന്റർക്ക് ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടെങ്കിലും കിട്ടും, ഈ ടയർ 2 ടയർ 1 പ്രീവിയസ് ഇയർ ഒക്കെ. സോ അത് ഇപ്പോഴത്തെ പിള്ളേർ അധികം കുറവാണ്. പിള്ളേർ ചെയ്യുന്ന മോക്ക് ടെസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ഇത് ആവശ്യമാണ്, ഈ മോക്ക് ടെസ്റ്റിന്റെ ആവശ്യമുണ്ടോ? മോക്ക് ടെസ്റ്റ് ചെയ്താലേ നമുക്ക് നമ്മുടെ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കും. നമ്മള് വെറുതെ പഠിച്ചു പോയതിനെ കൊണ്ട് മാത്രം കാര്യമില്ല. ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, സമയത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, സമയം എടുക്കുന്നു, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? ഇനിയിപ്പോ CHSL ആണ് ക്ലിയർ ചെയ്തത്, ഇനി ഫ്യൂച്ചർ എക്സാം എന്താ? CGL ആണോ? ഇപ്രാവശ്യത്തെ CGL അത്യാവശ്യം നന്നായിട്ട് തോന്നിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ടയർ 2 ഇപ്പൊ CGL കഴിഞ്ഞിരിക്കുകയാണ്. സ്കോർ കാർഡും
ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇനി പോസ്റ്റ് പ്രിഫറൻസ് കൂടിയാണ് ബാക്കിയുള്ളത്. പോസ്റ്റ് പ്രിഫറൻസും റിസൾട്ടും കൂടി. ഇനി CHS ഇപ്പൊ ഇവിടെ കിട്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ CGL കിട്ടിയതിന് അതിലേക്ക് മാറുമോ? ഉറപ്പായിട്ടും CGL ഇതേപോലെ നല്ല സ്കോർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുണ്ട്. CGL ആവശ്യത്തിന് സ്കോർ ഉണ്ട്, പക്ഷേ ഇപ്രാവശ്യം കട്ട് ഓഫ്സ് അതെ റിയലി ഹൈ ആണ് ഇപ്രാവശ്യത്തെ CGL കട്ട് ഓഫ് തന്നെ നല്ല ഹൈ ആണ്. സോ നമ്മുടെ ഈ പ്രിപ്പറേഷൻ ജേണിയുടെ സമയത്ത് ഏതെങ്കിലും ഒക്കെ ഒരു സബ്ജക്ട് വീക്ക് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇപ്പോ പൊതുവെ എല്ലാവർക്കും ടഫായിട്ട് വരുന്നത് GK ആണ്. എനിക്കും അത് തന്നെയായിരുന്നു ടഫായിട്ട് തോന്നിയിട്ടുള്ളത്. GK എന്ന് വെച്ചാൽ ഭയങ്കര വാസ്റ്റ് സിലബസ് ആണ്. എന്ത് വേണേലും ചോദിക്കാം. അപ്പൊ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്ന അത്ര മാത്രം പഠിക്കാം. കുറെ പഠിച്ചു എന്നല്ല, അത്ര റിവൈസ് ചെയ്തു എന്നുള്ളതും കൂടി ഇമ്പോർട്ടന്റ് ആണ്. സൂര്യന് താഴെയുള്ള എന്തും ചോദിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് GK എന്ന് പറയുന്നത് അല്ലെ. സോ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്ത മെറ്റീരിയൽസ് എന്തൊക്കെയായിരുന്നു GK കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? GK ഞാൻ പറഞ്ഞില്ല, ഞാൻ അധികം പഠിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ PYQ ബേസ്ഡ് ആയിട്ടാണ് ഞാൻ അധികം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. GK പഠിക്കുക എന്ന് വെച്ചാൽ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ പലരും കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ഞാനും അങ്ങനെ ആയിരുന്നു. അപ്പോൾ പിന്നെ വേറെ അധികം നോക്കിയില്ല, PYQ തന്നെ ബേസ് ആയിട്ട് പഠിക്കാൻ. പ്രിപ്പറേഷൻ ഒരു കൊല്ലം കൊണ്ട് കിട്ടിയിട്ടില്ല, പിന്നെ നിർത്തും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ, ഡൗൺ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോട് എന്താ പറയുന്നത്? ഇപ്പോ ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അവരുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ വേറെ ഫാമിലി പ്രഷറോ അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് പഠിക്കാന്നുള്ള ഒരു പ്രഷർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല. അവർക്ക് അവരുടേതായ സ്ട്രഗിൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടേതായ സമയം വേണ്ടി വരും. അപ്പോൾ ചിലർക്ക് പെട്ടെന്ന് 6 മാസം കൊണ്ട് കിട്ടുമായിരിക്കാം, ചിലർക്ക് 1 വർഷം, ചിലർക്ക് അതിൽ കൂടുതൽ വേണ്ടി വരാം. പക്ഷെ ഇങ്ങനെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ ഡീമോട്ടിവേറ്റ് ആവേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളും നോക്കുക. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഫേർട്ട് ചെയ്ത് പഠിക്കാൻ നോക്കും. ഈ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് ഏകദേശം എത്ര കൊല്ലായി? ഏകദേശം 1 ഇയർ. അപ്പൊ ഈ 1 ഇയറിൽ എത്ര എക്സാംസ് എഴുതി? 1 ഇയറിൽ വന്ന SSCയുടെ 3 എക്സാംസ് എഴുതി. സോ നമ്മുടെ ആദ്യത്തെ എക്സാം എന്ന് പറയുമ്പോൾ CHS അല്ലേ, ക്ലിയർഡ്. പിന്നെ വന്ന MTS ക്ലിയർ ആയി. പിന്നെ ലാസ്റ്റ് നടന്ന നമ്മുടെ CGL റിസൾട്ട് വരാനിരിക്കുന്നു. എന്തായാലും Tier 2 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും ഉണ്ട്. അപ്പൊ ആദ്യത്തെ ടേക്കിൽ എടുത്ത 3, ഇപ്പൊ നമ്മുടെ പറയാം ഒറ്റ ബോളിൽ 3 വിക്കറ്റ് എന്നൊക്കെ പറയുന്ന പോലെ CHSL, MTS, CGL, SSCയുടെ 3 പ്രധാനപ്പെട്ട എക്സാംസ് ആണ്. ഇത് 3 ക്ലിയർഡ് ആണ്. പിന്നെ CGL ഇനി റിസൾട്ട് എന്തായാലും വരുന്നതിന് നമ്മൾ എന്തായാലും 2 എക്സാംസ് ക്ലിയർ ആയി. സോ CGL എന്തായാലും ഉണ്ടാവും, നല്ലൊരു റിസൾട്ട് ഉണ്ടാവും പ്രതീക്ഷിക്കും. സോ ആ റിസൾട്ടും ഇതുപോലെ ഗംഭീരമാവട്ടെ. ആ മൊമെന്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാം. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. സീ യു.